KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നിഷ്കളങ്ക സേവനത്തിലൂടെ ധാർമ്മികതയുടെ സത്യസാക്ഷികളായി മാറാൻ സേവകർ പരിശ്രമിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മക്കയിൽ RSC വാണ്ടിയർമാരെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗമ്യ വധക്കേസ്, ഗോവിന്ദചാമിക്ക് വധശിക്ഷയില്ല, 7 വർഷം കഠിന തടവ്, റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഡ്വക്കേറ്റ് സുരേഷിനെ സഹായിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയതിന് തെളിവില്ലെന്നും മന്ത്രി AK ബാലൻ. തന്റെ സഹായം ആരും തേടിയിട്ടില്ല, AK ബാലനോട് തർക്കത്തിനില്ലെന്നും അഡ്വക്കേറ്റ് സുരേഷൻ. വിധി ഞെട്ടിക്കുന്നതാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഗോവിന്ദചാമിക്കെതിരായ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ. സൗമ്യ വധക്കേസിൽ പരാജയപ്പെട്ട് പ്രോസിക്യൂഷൻ, നെഞ്ച് പൊട്ടിപ്പോവുന്ന വിധിയെന്ന് സൗമ്യയുടെ അമ്മ സുമതി. കീഴ്ക്കോടതികളുടേത് വൈകാരിക വിധിയെന്ന് ഗോവിന്ദചാമിയുടെ അഭിഭാഷകൻ BA ആളൂർ. സുഗമവും സൗകര്യപ്രദവുമായി ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയും ഹാജിമാർ ഇന്ന് മിനായോട് വിട പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസിൽ കീഴ്ക്കോടതി വിധിച്ച പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷയും ജീവപര്യന്തം തടവും സുപ്രീംകോടതി 7 വർഷം കഠിന തടവാക്കി കുറച്ചു. ബലാത്സംഗ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് സുപ്രീംകോടതി. ബലാത്സംഗ കേസിലാണ് 7 വർഷം കഠിന തടവ് വിധിച്ചത്. സാക്ഷിമൊഴികൾ അവ്യക്തമായതിനാൽ ബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷ നൽകാനാവില്ലെന്ന് കോടതി. 5 വർഷം തടവനുഭവിച്ച ഗോവിന്ദചാമിക്ക് ഇനി അവശേഷിക്കുന്നത് 1.25 വർഷത്തെ ശിക്ഷ മാത്രം. കഠിന തടവ്. All sections are convicted for 7 years concurrently it will run. ഇതാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൗമ്യ വധക്കേസിൽ കീഴ്ക്കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി ഗോവിന്ദചാമി നൽകിയ അപ്പീലിലാണ് ഇന്ന് സുപ്രീംകോടതി വിധി പറഞ്ഞത്. തൃശൂർ അതിവേഗ കോടതി വിധിച്ച വധശിക്ഷ നേരത്തെ ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഗോവിന്ദചാമി സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹർജിയിൽ അന്തിമവാദം കേൾക്കവെ സുപ്രീംകോടതി പ്രോസിക്യൂഷനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2011 ഫെബ്രുവരി 1-നാണ് സൗമ്യ ട്രെയിൻ യാത്രയ്ക്കിടെ ക്രൂരമായി ബലാത്സംഗത്തിനിരയായത്. ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ 4 ദിവസത്തിനു ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഗോവിന്ദചാമിക്ക് വിചാരണ കോടതി വധശിക്ഷ നൽകി. വധശിക്ഷ കേരള ഹൈക്കോടതിയും ശരിവച്ചു. വധശിക്ഷ ചോദ്യം ചെയ്ത് ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ 3-അംഗ ബെഞ്ച് ഇന്ന് വിധി പറഞ്ഞത്. സൗമ്യയുടേത് അപകടമരണമായിരുന്നെന്നായിരുന്നു ഗോവിന്ദചാമിയുടെ വാദം. സൗമ്യയെ ഗോവിന്ദചാമി കൊലപ്പെടുത്തിയതിന് ശാസ്ത്രീയ തെളിവ് ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. സൗമ്യയുടെ കൊലപാതകം സർക്കാരിന് തെളിയിക്കാനായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസിൽ വിധി പറയാൻ സുപ്രീംകോടതി കഴിഞ്ഞയാഴ്ച മാറ്റിവെച്ചത്. സൗമ്യ വധക്കേസിലെ സുപ്രീംകോടതി വിധിക്കെതിരെ ഉടൻ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ നിയമജ്ഞരുടെയും അഭിഭാഷകരുടെയും സഹായം ഇക്കാര്യത്തിൽ തേടും. വിധി മനസാക്ഷിയുള്ളവരെ ഞെട്ടിക്കുന്നതാണ്. വിചാരണ കോടതിയിൽ തെളിവായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ അവിശ്വസിക്കുന്ന വിധത്തിലാണ് സുപ്രീംകോടതി വിധി. ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു ശിക്ഷയായി കാണാനാവില്ലെന്നും സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സൗമ്യയുടെ അമ്മയുടെ വികാരം മനസ്സിലാക്കുന്നു, അമ്മയെ നേരിട്ട് കാണും. ഗോവിന്ദചാമിമാർ നിയമത്തിന്റെ സാങ്കേതിക പഴുതുകൾ ദുരുപയോഗപ്പെടുത്തുന്നത് തടയാൻ നടപടിയെടുക്കുമെന്നും പിണറായി പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേരളത്തിൽ കേസ് നടത്തിയ അഡ്വക്കേറ്റ് A സുരേഷിന്റെ സഹായം സുപ്രീംകോടതിയിലെ അഭിഭാഷകന് ലഭ്യമാകാതിരുന്നതിനെ ചൊല്ലിയും വിവാദം. സുരേഷിന്റെ സഹായം ഡൽഹിയിൽ ലഭ്യമാക്കാൻ UDF സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 2015 government are pleased to engage Advocate A Sureshan, who conducted prosecution in crime number such and such, Cheruvirthi police station, both the trial court and high court, to assist senior standing counsel for conduct of case in SLP number filed by Sri Govindasamy. ഇത് അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടില്ല. ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്തത് സർക്കാരിനും സർക്കാർ അഭിഭാഷകർക്കുമുണ്ടായ പാളിച്ചയാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിച്ചു. കേസിന് വേണ്ട പരിഗണന നൽകുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയാണ് കേസിലെ വിധിക്ക് കാരണമായതെന്നും സുധീരൻ ആരോപിച്ചു. ഏറ്റവും കാര്യക്ഷമമായി നടത്തിയ
അഭിഭാഷകരുമായും ഇൻവെസ്റ്റിഗേഷൻ ടീമുമായും കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് വേണ്ടി വന്നാൽ ആ സംഭവ സ്ഥലം തന്നെ സർക്കാർ അഭിഭാഷകർ സന്ദർശിക്കേണ്ടതായിരുന്നു. അങ്ങനെ കൃത്യമായി പഴുതടച്ച് സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതിലുണ്ടായ പരാജയം സർക്കാരിനും സർക്കാർ അഭിഭാഷകർക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുപ്രീം കോടതി തെളിവെവിടെ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ കൃത്യമായ മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കേസിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്, കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, മറ്റൊരവസരം നൽകണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. ഇനി വിധി പറയാൻ കേസ് മാറ്റിവെച്ചാൽ പോലും ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്, അതിനുള്ള അവസരം തരണം എന്ന് സുപ്രീം കോടതിയോട് അപേക്ഷിക്കാമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിഗുരുതരമായ വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സർക്കാർ പ്രോസിക്യൂഷൻ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്ര ക്രൂരമായി സൗമ്യയെ കൊലപ്പെടുത്തിയ ഈ സംഭവത്തിൽ നിസ്സാരമായ ശിക്ഷയാണ് ഫലത്തിൽ വരുന്നത്. 7 വർഷം ശിക്ഷ അനുഭവിച്ച ജയിൽ ജീവിതം തട്ടിക്കിഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുരുങ്ങിയ കാലം മാത്രമേ വരുന്നുള്ളൂ. വളരെ തെറ്റായൊരു സന്ദേശമാണ് ഈ വിധി നൽകുക. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വളരെയേറെ ആശങ്ക ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷ ഒരു വലിയ മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന സ്ത്രീ സമൂഹം മാത്രമല്ല ജനസമൂഹം ഒന്നാകെ ആശങ്കയോടുകൂടി നോക്കിക്കണ്ട ഈ വിധി ഇനി എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾക്ക് കിട്ടുന്ന ഒരു അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിധി അങ്ങേയറ്റം തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. നിയമവാഴ്ചയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അതുതന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇനി നിയമപരമായ ഏതെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് പരിശോധിച്ച് സുപ്രീം കോടതി എനിക്കതേക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നിയമപരമായ സാധ്യതകൾ എന്തെങ്കിലും പരിശോധിച്ച് എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയതിന് തെളിവില്ലെന്ന് മന്ത്രി A.K. ബാലൻ. തള്ളിയിട്ടതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാക്ഷിയില്ല. ഇവിടെ നടത്തിയ അതേ വാദഗതികളാണ് സുപ്രീം കോടതിയിലും അവതരിപ്പിച്ചത്. സുരേഷിനെ സുപ്രീം കോടതിയിൽ സഹായിക്കാൻ നിയോഗിച്ചിരുന്നുവെന്നും സുരേഷിനെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ലെന്നും A.K. ബാലൻ പറഞ്ഞു. പുനഃപരിശോധന ഹർജി നൽകുമെന്ന് A.K. ബാലൻ വ്യക്തമാക്കി. അപ്പോൾ ഒരു ഭരണം എന്ന് പറയുന്നത്, പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത് മറ്റൊരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. ഇദ്ദേഹത്തെ മാറ്റിയിട്ടാണ് ഈ കേസ് നടക്കുന്നതെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റിനെ UDF ഗവൺമെന്റ് വെച്ച് നിങ്ങൾ എന്തുകൊണ്ട് മാറ്റി ഈ ചോദ്യം വരില്ലേ? ഇദ്ദേഹത്തെ മാറ്റണം എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവോ ഉമ്മൻചാണ്ടിയോ പറഞ്ഞിട്ടില്ല. ഗവൺമെന്റിന് ഒരു കത്തും ആരും ഇന്നേ വരെ തന്നിട്ടില്ല. അപ്പോ കേസ് നടത്താൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റിനെയാണ് UDFന്റെ കാലഘട്ടത്തിൽ നിയമിച്ചതും അദ്ദേഹം തന്നെയാണ് ഈ കേസ് ഇപ്പോ ബാധിച്ചത്. മുൻ UDF ഗവൺമെന്റ് സീനിയർ അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിയമിച്ച തോമസ് P. ജോസഫ് എന്തെങ്കിലും ഒരു ഒമിഷൻ വരുത്തി എന്നുള്ളതിന് തെളിവില്ല. എന്താണോ പ്രോസിക്യൂഷൻ കേസ് സെഷൻസ് കോടതിയിൽ എന്തായിരുന്നോ പ്രോസിക്യൂഷൻ ബാധിച്ചത്, ഹൈക്കോടതിയിൽ എന്താണോ ബാധിച്ചത്, അത് അക്ഷരം പ്രതി വിട്ടുപോകാതെ ഹൈക്കോടതിയിലും ബാധിച്ചിട്ടുണ്ട്. സൗമ്യ വധക്കേസിൽ സർക്കാർ തന്റെ സഹായം തേടിയില്ലെന്ന് അഡ്വക്കേറ്റ് സുരേഷൻ. എന്ത് സഹായം നൽകാനും താൻ തയ്യാറായിരുന്നു, സഹകരിച്ചില്ലെന്ന് മന്ത്രി A.K. ബാലൻ പറഞ്ഞതിനോട് തർക്കിക്കാനില്ല. സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കോൺസൽ വിളിച്ചിരുന്നു. കേസ് പരിഗണിക്കുന്നതിന്റെ തലേന്നാണ് വിളിച്ചത്. സൗമ്യയെ കൊലപ്പെടുത്തിയതിന് തെളിവുകളുണ്ടെന്നും സുരേഷൻ പറഞ്ഞു. ഭാഗത്തുനിന്ന് ആരും എന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല.
ഇതിന്റെ കഴിഞ്ഞ ഈ കേസിന്റെ അന്തിമമായി വാദം നടന്ന 8-ാം തീയതി വൈകുന്നേരം ഈ കേസിന്റെ വിധി പറയാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിന്റെ സ്റ്റാൻഡിംഗ് കൗൺസില് അവിടുത്തെ ഒരു നിഷേ രാജൻ ശങ്കർ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അന്ന് ആ കേസിന്റെ അന്ന് രാവിലെയോ അതോ തലേ ദിവസമോ എന്നെ വിളിച്ച് പെൺകുട്ടിയുടെ ഒരു സ്കർട്ട് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാ രീതിയിലും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായുള്ള രേഖകളും തെളിവുകളും സാക്ഷികളും ഒക്കെ ഉണ്ട്. ഗോവിന്ദചാമിക്കെതിരായ കൊലപാതക കേസ് അന്വേഷണം മുൻവിധിയോടെയുള്ളതായിരുന്നുവെന്ന് ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ BA ആളൂർ പറഞ്ഞു. ഗോവിന്ദചാമി കൊലപ്പെടുത്തി എന്നതിന് പ്രോസിക്യൂഷന് തെളിവില്ലായിരുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന നിലപാടായിരുന്നു പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും. ഇതുവച്ചുള്ള വാദങ്ങൾ സുപ്രീംകോടതിയിൽ വിലപ്പോകില്ലെന്നതിന് തെളിവാണ് വിധിയെന്നും കീഴ്ക്കോടതി ജഡ്ജിമാരുടെ വിധികൾ വൈകാരികമായിരുന്നുവെന്നും ആളൂർ പറഞ്ഞു. ഇത് കൊലപാതകമോ നരഹത്യയോ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിച്ച തെളിവുകളില്ല. തെളിവുകൾ ഉണ്ടായിരുന്നത് ഈ കുട്ടിയെ ഉന്തിയിട്ടു, അല്ലെങ്കിൽ ഈ കുട്ടി ട്രെയിനിൽ ഗോവിന്ദസ്വാമി കയറിയതുകൊണ്ട് ചാടിയ സൗമ്യയെ ഗോവിന്ദസ്വാമി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു. ഈ തെളിവുകൾ മാത്രമാണ് കോടതിക്ക് മുന്നിൽ നിരത്താനായിട്ട് പ്രോസിക്യൂഷനോ പോലീസിനോ സാധിച്ചിട്ടുള്ളൂ. ഇത് കേരള ജനതയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ നടത്തിയ നാടകമാണെന്നോ അല്ലെങ്കിൽ പോലീസ് നടത്തിയ നാടകമാണെന്നോ നമുക്ക് ഈ സമയത്ത് വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കേസുകൾ വളരെ തെളിവുകൾ നൽകേണ്ടത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണ്. പ്രോസിക്യൂഷൻ ആരെങ്കിലും പ്രതി ചേർക്കുക, കട്ടവനെ കണ്ടില്ലെങ്കിൽ കള്ളനെ പിടിക്കുക, ഈ മനോഭാവത്തിൽ നിന്നും പ്രോസിക്യൂഷൻ മാറണം. പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള തെളിവുകൾ ശക്തമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കേസിൽ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ മറ്റുള്ള വന്നിരുന്നപ്പോൾ പ്രതിഭാഗത്തു നിന്നും ഞാൻ സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ ചോദിച്ചിരുന്നു, ഇതെല്ലാം സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി അല്ല, നിങ്ങൾ പോലീസ് ഉണ്ടാക്കിയ ഇഞ്ചുറി അല്ലേ എന്നും പറഞ്ഞിരുന്നു. കേസിൽ സൗമ്യയ്ക്ക് നീതി കിട്ടിയില്ലെന്നും നീതി ലഭിച്ചത് ഗോവിന്ദചാമിക്കാണെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് BA ആളൂർ. സൗമ്യയ്ക്ക് റെയിൽവേയിൽ നിന്നായിരുന്നു നീതി കിട്ടേണ്ടിയിരുന്നത്. ഒരു അപകടമായിരുന്നു റെയിൽവേ കൊലപാതകമാക്കി മാറ്റിയത്. അപകടത്തിൽപ്പെട്ട് മരിച്ചതിന് 1 കോടിയോളം നഷ്ടപരിഹാരം സൗമ്യയ്ക്ക് കിട്ടേണ്ടതായിരുന്നുവെന്നും അത് നൽകാതിരിക്കാനാണ് അപകടത്തെ കൊലപാതകമാക്കി റെയിൽവേ മാറ്റിയതെന്നും BA ആളൂർ പറഞ്ഞു. സൗമ്യയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ നീതി ലഭിച്ചിരിക്കുന്നത് ഗോവിന്ദസ്വാമിക്കാണ്. സൗമ്യയ്ക്ക് നീതി കിട്ടണമായിരുന്നുവെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഉണരമായിരുന്നു. റെയിൽവേയിൽ നടന്ന ഒരു അപകടം, ആ അപകട മരണത്തെയാണ് കൊലപാതകമാക്കി റെയിൽവേ മാറ്റിയത്. ആരുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണോ ആരുടെ താല്പര്യത്തിന് വിധേയമായിട്ടാണെന്ന് അറിയില്ല. റെയിൽവേയാണ് ഈ സംഭവം നടന്നിരുന്നെങ്കിൽ, റെയിൽവേയിലുണ്ടാകുന്ന അപകടമായിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് 1 കോടിയോളം നഷ്ടപരിഹാരം കൊടുക്കാൻ റെയിൽവേ സന്നദ്ധമാകണമായിരുന്നു. യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം റെയിൽവേ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കേസിൽ ഈ പറയുന്ന ഗോവിന്ദസ്വാമിയെ ശിക്ഷിക്കണമെന്നുള്ള താൽപര്യത്തോടെ മാത്രമാണ് പ്രവർത്തനം. സൗമ്യ വധക്കേസിലെ സുപ്രീംകോടതി വിധി നെഞ്ച് പൊട്ടിക്കുന്നതാണെന്ന് സൗമ്യയുടെ അമ്മ സുമതി. അഭിഭാഷകരുടെ പിഴവാണ് തന്റെ മകൾക്ക് നീതി കിട്ടാതിരിക്കാൻ കാരണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. വിധി എതിരായതിൽ സർക്കാരും പ്രോസിക്യൂഷനും പങ്കുണ്ട്. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും സുമതി പറഞ്ഞു. സ്മാർട്ട് ഫോണിൽ പുതിയത് വാങ്ങിയാൽ പഴയ ഫോൺ ഉപേക്ഷിക്കുകയായിരിക്കും അടുത്ത പടി. കാര്യമായ വിലയൊന്നും ലഭിക്കില്ലെന്നറിയുമ്പോൾ പലപ്പോഴും മൂലയിൽ എവിടെയെങ്കിലുമാകും പഴയ സ്മാർട്ട് ഫോണിന്റെ സ്ഥാനം. ഇത്തരത്തിൽ മൂലയിലാക്കിയ സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പുതിയ കണ്ടെത്തൽ. നിലവിൽ പഴയ ഇലക്ട്രോണിക് സാധനങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഇത് ഏറെ ശ്രമകരവും ആരോഗ്യത്തിന് ദോഷകരവും സാനൈഡ് പോലുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചുള്ളതുമാണ്. ലോകത്ത് നിലവിലുള്ള സ്വർണത്തിന്റെ 7% സ്മാർട്ട് ഫോണുകൾ, TV, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സ്വർണം വേർതിരിച്ചെടുക്കാവുന്ന ലളിതമാർഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ,
യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ. അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സഹജീവികൾക്ക് സേവനവും സാന്ത്വനവും അവസാനിപ്പിക്കുവാൻ കഴിയാത്തതാണെന്നും നിഷ്കളങ്ക സേവനത്തിലൂടെ ധാർമ്മികതയുടെ സത്യസാക്ഷികളായി മാറാൻ സേവകർ പരിശ്രമിക്കണമെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭ്യർത്ഥിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ സൗദി നാഷണൽ കമ്മിറ്റിക്ക് കീഴിൽ ഹാജിമാരെ സഹായിക്കാനെത്തിയ വളണ്ടിയർമാരെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത വിശുദ്ധി കൈവരിച്ച് തിരിച്ചുപോകുന്ന അള്ളാഹുവിന്റെ വിരുന്നുകാർക്ക് ആശ്വാസമേകുന്ന രീതിയിൽ സഹായങ്ങൾ നൽകുവാനുള്ള അവസരം ലഭിച്ചത് വളരെ ഭാഗ്യമാണെന്നും നമ്മുടെ ജീവിതത്തിലെ അഭിമാന മുഹൂർത്തമായി ഇതിനെ കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്നദ്ധ ഭടന്മാർ അവർക്കാണ് അല്ലാഹു തആല അസ്റഉലായിക റഫീഖ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും ആ നിലക്കുള്ള സന്നദ്ധ ഭടന്മാരാവണം. നമ്മുടെ ശരീരം ഇനി മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഞാൻ ജീവിക്കൂല എന്നുള്ള ഒരു പ്രതിജ്ഞ, അത് വേറെ ആരോടുമല്ല, നമ്മൾ സ്വന്തം നഫ്സിനോടുള്ള. പ്രവാചകർ ജനിക്കുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ പിടിച്ചെടുക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചതാണെന്നും വിശുദ്ധ ഹറമുകൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന് അല്ലാഹു പ്രത്യേകം സംരക്ഷണം നൽകുമെന്നും ഇരു ഹറമുകളും എക്കാലത്തും ശത്രുക്കളുടെ ലക്ഷ്യമാണെന്നും അതാതു കാലത്തെ ഭരണാധികാരികൾ ശത്രുക്കളുടെ സ്വപ്നങ്ങളെ തകർത്തിട്ടുണ്ടെന്നും അദ്ദേഹം ഉണർത്തി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, SOS കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് തുറാബ് സഖാഫി, SSF സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി, RSC സൗദി നാഷണൽ ചെയർമാൻ അബ്ദുൽ ബാരി നദിവി തുടങ്ങിയവർ പ്രസംഗിച്ചു. സുന്നി സംഘ കുടുംബത്തിന്റെ ഔദ്യോഗിക സംഘമായ SOS ഹജ്ജ് സെല്ലിന് കീഴിലുള്ള മുഴുവൻ ഹാജിമാരും എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ചു. അറഫ സംഗമത്തിനുശേഷം മുസ്ദലിഫയിലും മിനായിലും രാപ്പാർത്ത് ജംറകളിൽ കല്ലെറിഞ്ഞും ഭക്തിനിർഭരമായ പ്രാർത്ഥനകളിൽ കഴിച്ചുകൂട്ടിയും ഹാജിമാർ ആത്മനിർവൃതി നേടി. അറഫയിലെ ഭക്തിനിർഭരമായ പ്രാർത്ഥനാ സംഗമത്തിന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. മിനായിലെ കർമ്മങ്ങൾക്ക് ശേഷം നടന്ന യാത്രയപ്പ് സംഗമത്തിനും പ്രാർത്ഥനാ മജ്ലിസിനും ഡെപ്യൂട്ടി അമീർ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, അമീറുമാരായ PKM സഖാഫി ഇരിങ്ങലൂർ, മുഹമ്മദ് പറവൂർ, ജബ്ബാർ സഖാഫി എറണാകുളം, ശുക്കൂർ സഖാഫി വണ്ണക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വകാര്യ മേഖലയിൽ ആദ്യമായി ഹജ്ജിന് അവസരമൊരുക്കിയ SOS ഹജ്ജ് സെല്ലിന്റെ 28ാമത് ബാച്ചാണ് വിജയകരമായി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് പുണ്യഭൂമിയോട് വിട പറയുന്നത്. ആദ്യ ബാച്ച് 17-ന് ശനിയാഴ്ച നാട്ടിലേക്ക് തിരിക്കും. 20-നും 23-നുമായി മുഴുവൻ ഹാജിമാരും നാട്ടിലേക്ക് മടങ്ങുമെന്ന് ഹജ്ജ് സെൽ അസിസ്റ്റന്റ് മാനേജർ മൊയ്തു സഖാഫി അറിയിച്ചു. സുഗമവും സൗകര്യപ്രദവുമായി ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയും അള്ളാഹുവിന്റെ അതിഥികൾ ഇന്ന് മിനാ താഴ്വരയോട് വിട പറഞ്ഞു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു. ഇതുവരെയുള്ള കർമ്മങ്ങൾ സമാധാനത്തോടെ നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഹാജിമാർ. ഇന്നും ഇന്നലെയും ഹാജിമാർക്ക് നിർവഹിക്കാനുണ്ടായിരുന്നത് 3 ജംറകളിലെ കല്ലേറ് കർമ്മമായിരുന്നു. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നീ ജംറകളിൽ 7 കല്ലുകൾ വീതമാണ് ഹാജിമാർ എറിഞ്ഞത്. മധ്യാഹ്നം മുതലാണ് കല്ലേറിന്റെ സമയം. കല്ലെറിയൽ കഴിഞ്ഞ് തമ്പുകളിൽ തിരിച്ചെത്തി നിസ്കരിച്ചും ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടി. ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്ക് കല്ലേറ് നിർവഹിക്കുന്നതിന് പ്രത്യേക സമയം അനുവദിച്ചിരുന്നു. എങ്കിലും മിനായിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നതിനാൽ വൈകുന്നേരവും രാത്രിയുമാണ് അധിക പേരും ജംറകളിലെത്തിയത്. ആഭ്യന്തര തീർത്ഥാടകരടക്കം വലിയൊരു വിഭാഗം ഇന്നലെ ഏറ് പൂർത്തിയാക്കി അസ്തമയത്തിനു മുമ്പ് മിനായോട് വിട പറഞ്ഞു. വിദേശങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഭൂരിപക്ഷവും മിനായിൽ തങ്ങി. അവർ ഇന്ന് കല്ലേറ് കർമ്മം നിർവഹിച്ചയുടനെ മക്കയിലെ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങി.
GCC രാജ്യങ്ങളിൽ നിന്നെത്തിയ ഹാജിമാർ ഇന്നു മുതൽ സ്വരാജ്യങ്ങളിലേക്ക് മടക്കം ആരംഭിച്ചു. സ്വകാര്യ ഗ്രൂപ്പുകളിലെത്തിയ ഹാജിമാർ വരും ദിവസങ്ങളിൽ മടങ്ങാൻ തുടങ്ങും. അതേസമയം ഹജ്ജ് കമ്മിറ്റി വഴി ഇന്ത്യയിൽ നിന്നെത്തിയ തീർത്ഥാടകരുടെ മടക്കം ഈ മാസം 17 മുതൽ ആരംഭിക്കും. മടങ്ങുന്നതിനു മുമ്പ് അവസാനമായി കഅബാലയത്തിലെത്തി വിടവാങ്ങൽ തവാഫ് നിർവഹിക്കും. തവാഫുൽ വിദാഇന്റെ തിരക്കാണ് ഇപ്പോൾ മത്താഫിലും പരിസരങ്ങളിലും അനുഭവപ്പെടുന്നത്. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. കഴിഞ്ഞ 6-7 വർഷങ്ങളിലെ ഹജ്ജ് സമശീതോഷ്ണ കാലത്തായിരുന്നുവെങ്കിൽ ഈ വർഷം പുണ്യസ്ഥലങ്ങളിൽ സാമാന്യം നല്ല ചൂട് തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഇക്കൊല്ലം മുതൽ ഹജ്ജ് കാലം ഉഷ്ണകാലത്തേക്ക് കടന്നെന്നർത്ഥം. ഇനിയുള്ള വർഷങ്ങളാകട്ടെ കൊടും ചൂടിലായിരിക്കും ഹജ്ജ് കാലം വന്നെത്തുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് മക്കയിൽ തീക്ഷ്ണമായ ഉഷ്ണം അനുഭവപ്പെടുക. ഇക്കാലയളവിൽ 44 ഡിഗ്രി മുതൽ 48 ഡിഗ്രി വരെ താപനില ഉയരാറുണ്ട്. ചിലപ്പോഴെല്ലാം 50 ഡിഗ്രിക്ക് മുകളിലും താപനില എത്താറുണ്ട്. ഈ മാസങ്ങളിലായിരിക്കും വരും വർഷങ്ങളിലെ ഹജ്ജ് കാലങ്ങൾ. ഓരോ വർഷവും സൗരവർഷവുമായി ചാന്ദ്രവർഷം 10 അല്ലെങ്കിൽ 11 ദിവസത്തെ വ്യത്യാസമാണുണ്ടാവുക. അതുപ്രകാരം ഓരോ 3 വർഷം കൂടുന്തോറും ഹിജ്റ വർഷം ഓരോ ഗ്രിഗോറിയൻ മാസത്തെ മറികടന്നുകൊണ്ടിരിക്കും. അതുപ്രകാരം ഹജ്ജ് കാലം ഓഗസ്റ്റും ജൂലൈയും ജൂണും കടന്ന് മെയ് മാസത്തിലേക്കെത്താൻ 10 വർഷമെടുക്കും. മെയ് മാസം 2ാം പകുതിയും മക്കയിലും മദീനയിലും കടുത്ത ചൂട് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള 12 വർഷങ്ങളിലെ ഹജ്ജ് കാലമെങ്കിലും കൊടും ചൂടിലായിരിക്കുമെന്നർത്ഥം. 2028 ഹജ്ജ് കാലം മെയ് മാസം ആദ്യത്തിലായിരിക്കും. 2029 വരെ കാത്തിരിക്കണം ചൂടിന് അല്പം ഒരാശ്വാസം ലഭിക്കുന്ന ഹജ്ജ് കാലം വരാൻ. ആ വർഷം ഏപ്രിൽ അവസാന വാരമായിരിക്കും ഹജ്ജ്. ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദച്ചാമിയുടെ ജീവപര്യന്തം നിലനിൽക്കും. വിധിപ്പകർപ്പിലാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജയ് ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ശിക്ഷ വിധിച്ചത്. അവസാനമായി പ്രധാന വാർത്തകൾ. നിഷ്കളങ്ക സേവനത്തിലൂടെ ധാർമ്മികതയുടെ സത്യസാക്ഷികളായി മാറാൻ സേവകർ പരിശ്രമിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മക്കയിൽ RSC വാളണ്ടിയർമാരെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗമ്യ വധക്കേസ്. ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയില്ല, 7 വർഷം കഠിന തടവ്. റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഡ്വക്കേറ്റ് സുരേഷിനെ സഹായിച്ചില്ലെന്നും പ്രോസിക്യൂഷൻ വീഴ്ച വരുത്തിയതിന് തെളിവില്ലെന്നും മന്ത്രി AK ബാലൻ. തന്റെ സഹായം ആരും തേടിയിട്ടില്ല, AK ബാലനോട് തർക്കത്തിനില്ലെന്നും അഡ്വക്കേറ്റ് സുരേഷൻ. വിധി ഞെട്ടിക്കുന്നതാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഗോവിന്ദച്ചാമിക്കെതിരായ തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ. സൗമ്യ വധക്കേസിൽ പരാജയപ്പെട്ട് പ്രോസിക്യൂഷൻ. നെഞ്ച് പൊട്ടിപ്പോവുന്ന വിധിയെന്ന് സൗമ്യയുടെ അമ്മ സുമതി. കീഴ്ക്കോടതികളുടേത് വൈകാരിക വിധിയെന്ന് ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ BA ആളൂർ. സുഗമവും സൗകര്യപ്രദവുമായ ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയും ഹാജിമാർ ഇന്ന് മിനായോട് വിട പറഞ്ഞു. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.